ഇപ്പോൾ പെഹൽഗാമിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ഒരാൾ കൂടി ചേരുന്നു. അബ്ദുള്ള PCP. അബ്ദുള്ളയെ സംബന്ധിച്ച് അബ്ദുള്ള കശ്മീരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ആളാണ്. പെഹൽഗാം ആക്രമണത്തിൽ ഈ അബ്ദുള്ളയുടെ ഭാഗത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആശ്വാസത്തിലും കൂടിയാണ് അദ്ദേഹം ഉള്ളത്. ആക്രമണ സമയത്ത് അബ്ദുള്ള ഡൽഹിയിലായിരുന്നു. ഇപ്പോൾ തിരിച്ച് പെഹൽഗാമിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം. യാത്രാമധ്യയാണ് നമുക്കൊപ്പം ചേരുന്നത്. അബ്ദുള്ള, നമ്മളെല്ലാവരും ഒരു വലിയ ദുഃഖത്തിലാണ്. എങ്കിൽ പോലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായി 26 പേരുടെ ജീവൻ നമുക്ക് നഷ്ടമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ പലയിടത്തും ഇപ്പോഴും തുടരുന്നുണ്ട് നമ്മുടെ സേന ഭീകരരുമായി. പഹൽഗാമിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് കശ്മീരിലേക്കൊരു ടൂർ വരിക, അവിടെ സന്തോഷത്തോടെ കുറച്ചുനാൾ ചെലവഴിക്കുക എന്നൊക്കെ. അപ്പോൾ ആ സ്വപ്നം നടപ്പിലാക്കി കൊടുക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. എന്താണ് ഇപ്പോൾ തോന്നുന്നത് ഈ ഒരു ഭീകരാക്രമണത്തിന് ശേഷം? ആദ്യമായി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കശ്മീരിൽ മരണപ്പെട്ട ഒരു ഇന്ത്യക്കാരന് അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങാം. അവർക്ക് ഇന്ത്യാജ്ഞലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. പിന്നെ വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു ഇന്ത്യക്കാരൻ പോലെ ആഗ്രഹിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോ കശ്മീരിൽ സംഭവിച്ചിട്ടുള്ളത്. കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം പെഹൽഗാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് നമ്മളിപ്പോ അറിയപ്പെടുന്നത്. നമ്മളിപ്പോ ആക്രമണം നടന്നിരുന്ന ബേസറൻ വാലി അറിയപ്പെടുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ്. അപ്പോ ഈ മിനി സ്വിറ്റ്സർലാൻഡ് ഓരോ ആൾക്കാരും പോയി ഓരോ വീഡിയോകൾ പങ്കുവെക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം സന്തോഷം അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും പല ടൈമിൽ പല വിഷ്വൽസ് ആണെങ്കിലും അവിടെ ഒരു ഗോൾഫ് ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു പുൽമൈതാനാണ്. അവിടെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഓരോരോ സമയത്തും പല രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അന്നേ ദിവസം അറ്റാക്ക് നടക്കുന്നതിന്റെ ഒരു ഹാഫ് ആൻ അവർ മുമ്പാണ് കണ്ണൂരിൽ നിന്നുള്ള നിതിനും അദ്ദേഹത്തിന്റെ വൈഫും ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവരവിടെ ഉണ്ടായിരുന്നു. ബേസറൻ വാലിയിലേക്ക് കുതിരസവാരിയിൽ പോയി അവരൊരു അരമണിക്കൂർ, അതായത് 2 മണിക്ക് അറ്റാക്ക് നടക്കുന്നു, 1:30 ആകുമ്പോഴേക്ക് തിരിച്ച് അവര് താഴ്ത്തു വന്നു. അതുപോലെ തന്നെ പെഹൽഗാമിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെഹൽഗാമിൽ എത്തിക്കഴിഞ്ഞാൽ 2 രീതിയിലാണ് നമുക്ക് കറങ്ങാൻ വേണ്ടി പറ്റുക. ഒന്നുകിൽ ഹൈക്ക് ചെയ്ത് അല്ലെങ്കിൽ കുതിരസവാരി എടുത്ത് പോവാം, അതല്ലെങ്കിൽ യൂണിയൻ ക്യാബ് എടുത്തിട്ട് അവിടെയുള്ള മറ്റ് വാലീസുകളുണ്ട്. ആരു വാലി, ബേത്ത വാലി, ചന്ദൻ വാലി, അങ്ങനെ 3 വാലീസ് ഉണ്ട്. അവിടെ യൂണിയൻ ക്യാബുകൾ എടുത്തിട്ടാണ് പോവാറ്. അപ്പൊ ആ യൂണിയൻ ക്യാബ് എടുത്ത് അദ്ദേഹം, അതായത് നിതിന് തിരിച്ച് അവിടെ പെഹൽഗാമിൽ തിരിച്ചെത്തി. അവിടുന്ന് ബേസറൻ വാലിയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം യൂണിയൻ ക്യാബ് എടുത്ത് ആരു വാലി, ബേത്ത വാലി കാണാൻ പോയത് കൊണ്ടാണ് ഈ ഒരു ഇൻസിഡന്റ് സമയത്ത് അവിടെ ഉണ്ടാവാതിരുന്നത്. എന്തോ വലിയൊരു ഭാഗ്യം എന്ന് പറയട്ടെ. അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു. നല്ല റഷുള്ള ഒരു ടൈമാണ്, വെക്കേഷൻ ടൈമാണ്. കേരളത്തിൽ നിന്നുള്ള ഒട്ടനവധി പേര് സഞ്ചരിക്കുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു സമയത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ഫസ്റ്റ് കോൾ ചെയ്യുന്നു, ഇങ്ങനെ ഒരു വെടിവെച്ച കേൾക്കുന്നുണ്ട്, ഒന്ന് കസ്റ്റമറെ വിളിക്കണം, അതായത് ഗസ്റ്റിനെ വിളിച്ചൊന്ന് പറയണം, മറ്റുള്ളവരോട് ഒന്ന് അലേർട്ട് ആവാൻ വേണ്ടി പറയണം, എത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടി പറയണം എന്ന് പറയുന്നത് തന്നെ തീയായിരുന്നു. മനസ്സിലൊരു വല്ലാത്തൊരു പേടി അന്നേരം തന്നെ വന്നു. അയ്യോ, എന്തായിരിക്കും ഇനി നെക്സ്റ്റ് എന്നുള്ളൊരു, കാരണം ആരും തന്നെ ഫോണിൽ ഈ സമയത്ത് സംസാരിക്കൂല ഇങ്ങനത്തെ കാര്യങ്ങള്. കശ്മീരികൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പകുതി പേടിച്ചുകൊണ്ടാണ് അവരെപ്പോഴും ജീവിക്കാറ്. അവരൊരു കാരണം വെച്ച് കഴിഞ്ഞാലും ഒരു ടെററിസത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാർ എനിക്ക് പരിചയപ്പെടാനോ അല്ലെങ്കിൽ സംസാരത്തിനോ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. നോർമലി സംസാരത്തിൽ നിന്ന് അവരെ ഇത്രയും നാളത്തെ ഒരു 9 വർഷമായി ഈ ടൂറിസം ഫീൽഡിലുള്ളത്. ഇത്രയും വർഷത്തിനിടക്ക് നല്ല രീതിയിലുള്ള ബിഹേവ് ആയിരുന്നു പല കാശ്മീരികളുടെ അടുത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. വളരെ ചുരുക്കം ചിലര് മാത്രമാണ് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത്. അത് ചിലപ്പോൾ നമ്മളെ ഇടപെടലുകളാവാൻ രീതിയിൽ എത്തിച്ചിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കശ്മീരി ഇതിനൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം വേറൊന്നുമല്ല, കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം, കശ്മീരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവര് ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അബ്ദുള്ള, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ. അവര് ഈ രക്ഷപ്പെട്ട് ജീവൻ കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ആളുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുന്ന അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സമാധാനം തന്ന ദൃശ്യങ്ങളാണ്. അവിടെ നിന്നും ഈ കശ്മീരികൾ കൊടുത്ത ഒരു പിന്തുണ, അത് താങ്കളുടെ വാക്കുകളിലും അതുണ്ട്. അവരെങ്ങനെയാണ് പെരുമാറുന്നത് അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളോട്, അല്ലെങ്കിൽ അവിടെ ടൂറിസം വളരുമ്പോൾ അവർക്കത് ഗുണം ചെയ്യുന്നുവെന്ന ബോധ്യമുള്ളവരാണ് അവരല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു കാശ്മീരിനോട് സംസാരിക്കുമ്പോഴും
നമ്മളെ മെഹമാൻ എന്നാണ് പറയുക, അതിഥി എന്നുള്ള രീതിയിലാണ് നമ്മൾ സൽക്കരിക്കുന്നത്. അവരൊരു വീട്ടിലേക്ക് നമ്മൾ ഒരു മുസ്ലിംനോ അമുസ്ലിംനോ എന്നില്ല അവര് ഹോസ്റ്റ് ചെയ്യുന്നത്, അവര് താമസിപ്പിക്കുന്നത് പേര് ചോദിച്ചുകൊണ്ടല്ല ഇന്നേ വരെ. കാരണം ഇഷ്ടം പോലെ ഒട്ടനവധി പേര് കഴിഞ്ഞ ആഴ്ചയിൽ വരെ എന്റെ ഗസ്റ്റുകൾ കശ്മീരികളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ അവരൊക്കെ വളരെ സന്തോഷത്തോടെ, അവരൊക്കെ പേടിച്ചുകൊണ്ട് വിളിച്ചു ചോദിക്കാൻ അബ്ദുക്ക എവിടെ ഉണ്ട്, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം കാശ്മീരികളെ കുറിച്ചിട്ടുള്ള അവരുടെ ധാരണ എന്താണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഒരിക്കലും പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അത് വളരെ ദുഃഖം തരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ കശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. കശ്മീരികൾ ജീവിക്കുന്നത് തന്നെ ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഈയിടെയായി ഒരു ലാസ്റ്റ് ഒരു 6 വർഷത്തിന്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൊറോണ വന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ ബൂമിംഗ് ഉണ്ടായിട്ടുണ്ട്. അതിൽ കശ്മീരിന് നല്ലൊരു പങ്കുണ്ട്. കശ്മീരിലേക്ക് അത്രയധികം ഒഴുക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലാസ്റ്റ് ഞാനൊരു 9 വർഷമായിട്ട് ടൂറിസം മേഖലയിലുണ്ട്. ഈ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സ് കണക്ക് നോക്കുകയാണെങ്കിൽ അത്രയും കൂടുതൽ മലയാളികൾ ഇന്നും ഇപ്പോ എന്റെ ഗസ്റ്റുകൾ കശ്മീരിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്നിപ്പം ഗുൽമാർഗിൽ പോയ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ ഫോൺ വെച്ചിട്ടേ ഉള്ളൂ. അവര് പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാന്ന് പറയാൻ കാരണം അവര് സന്തോഷമാണെന്ന് പറയാൻ കാരണം അവർക്ക് പേടിയുണ്ട് മനസ്സിൽ. പക്ഷെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെ പോസിറ്റീവാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു ഏരിയയാണ് സോൻമാർഗ് ഏരിയയിലും ഗസ്റ്റുകളുണ്ട്. അവിടെ ഒരു ഗ്രൂപ്പ് പോയിട്ടുണ്ട്. ഗ്രൂപ്പും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പറഞ്ഞില്ല. ഇന്നലെ കുറച്ച് കടകളൊക്കെ, കാരണം പ്രതിഷേധ സൂചകമായിട്ട് കശ്മീരികൾ തന്നെ കടകളൊക്കെ അടച്ച് അവരോടുള്ള മാർച്ചുകളും പല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ലാൽ ചൗക്ക് ഏരിയയിൽ ക്ലോക്ക് ടവറിന് മുമ്പിൽ വെച്ചിട്ട് പല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ കടകളും അടച്ച്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ജോഷ്നയിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. ജോഷ്ന, ഈ നേരത്തെ നമ്മൾ എന്തുകൊണ്ട് ഭീകരവാദികൾ പെഹൽഗാം തെരഞ്ഞെടുത്തു എന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിനുള്ള ഉത്തരവും ജോഷ്ന പറഞ്ഞു. ഈ അവിടേക്കുള്ള യാത്ര വളരെ ട്രെക്കിങ്ങിന് പറ്റിയ ഇടമാണ്. അതുപോലെ തന്നെ അവിടേക്കുള്ള യാത്ര അത്രത്തോളം മനോഹരമാണെന്ന് പറയാൻ കാരണം കാറോ മറ്റു വാഹനങ്ങളോ ഒന്നും അവിടേക്ക് പോകില്ല. കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ ഒക്കെ വേണം അങ്ങോട്ടേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് അവിടേക്ക് ആളുകൾ എത്തുന്നത്. പക്ഷെ അവിടെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും തിരിച്ച് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതായി പോകുന്ന കുറെ ആളുകൾ, അല്ലേ? അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് അത്രത്തോളം അവർക്ക് ആ ഒരു ഭീകരാന്തരീക്ഷത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫെൻസ്ഡ് ആയിട്ടുള്ള ഒരു കുറെ ഓപ്പൺ ഏരിയ ആണ്. അപ്പം അങ്ങോട്ടേക്ക് അബ്ദുള്ള പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ കുതിര അല്ലെങ്കിൽ കഴുത സഫാരി, അതല്ലെങ്കിൽ നടന്ന് തന്നെ പോകണം. ഇപ്പൊ കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നടന്നു പോകും, ബാക്കിയുള്ളവർ കുതിര സഫാരി എടുത്തിട്ട് പോകും. നമുക്കതിന് താഴെ അതിനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അവിടുന്ന് നമുക്ക് എടുത്തിട്ട് വേണം പോകാനായിട്ട്. പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. എന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. അങ്ങോട്ടേക്ക് കയറാനായിട്ട് എടുക്കുന്ന സമയം പോലെ തന്നെയാണ് അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് എടുക്കുന്ന സമയം. പിന്നെ അതുകൂടാതെ ഈ കഴിഞ്ഞ ദിവസം സ്നോഫാൾ ഉണ്ടായിരുന്നു. അപ്പൊ സ്നോഫാൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്നോ അലുത്ത് കഴിയുമ്പോഴത്തേനും വെള്ളമായിട്ട് ചെളിയുണ്ട്. അപ്പം ആ പ്രയാസവും കയറാനായിട്ടും ഉണ്ട്, ഇറങ്ങാനായിട്ടും ഉണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പുറകിലുള്ള ഏരിയ എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ഒന്നും അല്ല, അതൊരു ഫോറസ്റ്റ് പോലെ